ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന കടല ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ആദ്യം തന്നെ 2 കപ്പ് ബ്രൗൺ കളറിലുള്ള കടല എടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം, അതല്ലെങ്കിൽ മിനിമം 6 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ കഴുകിയ കടല ആഡ് ചെയ്താൽ 3-4 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി ഒരു പ്രഷർ കുക്കറിലോട്ട് സോക്ക് ചെയ്ത കടല വെള്ളം മാറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുവാണ്. വിസിലിൻ്റെ എണ്ണം ഓരോ പ്രഷർ കുക്കറിനും വ്യത്യാസമായതുകൊണ്ട് കറക്റ്റ് എണ്ണം പറയുന്നില്ല കേട്ടോ. കടല നന്നായി കുക്കായി പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം തുറന്നു നോക്കാം. ജസ്റ്റ് ഒരെണ്ണം എടുത്ത് ഇതുപോലെ പ്രസ് ചെയ്താൽ കുക്കായിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ഇതിൽ വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ കടലയിലേക്ക് ഉപ്പ് അബ്സോർബ് ആവുള്ളൂ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്താൽ കടല കുക്കായി കിട്ടില്ല. അതിപ്പം കടല മാത്രമല്ല, പരിപ്പും പയറും മുതിരയും പട്ടാണിയും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലയിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഒരു കടായി ചൂടാക്കി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ തൊലി കളയാതെ ചതച്ചെടുത്ത വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഏകദേശം 5 വെളുത്തുള്ളിയുടെ അല്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇനി 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഇടിച്ച മുളക് അഥവാ ചതച്ച മുളക് ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. നല്ല സ്മെല്ലായിരിക്കും ഇപ്പോൾ വരിക. ഇനി കുക്ക് ചെയ്ത കടല ആഡ് ചെയ്യാം കേട്ടോ. ഇച്ചിരി വെള്ളമുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുവാണേ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നല്ല ചൂടുള്ള കുത്തരിക്കഞ്ഞിയുടെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അതും മഴക്കാലത്താണെങ്കിൽ പൊളിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.